നമസ്കാരം. CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. KSU പ്രവർത്തകർ തൃശൂർ DIG ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. നിരവധി വിദ്യാർത്ഥികൾക്കും പോലീസുകാർക്കും പരിക്ക്. ജില്ലയിലെ ഭൂമിയില്ലാത്ത അങ്കണവാടികൾക്ക് ഭൂമി കണ്ടെത്താൻ കർമ്മ പദ്ധതി തയ്യാറാക്കി. തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി പുത്തൂർ പഞ്ചായത്ത് കുട്ടനല്ലൂരിലെ ദേശീയപാതയോരം ശുചീകരിച്ചു. തൃക്കൂർ പഞ്ചായത്ത് മതിക്കുന്ന് പാടശേഖരത്തിൽ ചെയ്ത നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ DIG ഓഫീസിലേക്ക് KSU മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് പോലീസും KSU പ്രവർത്തകരും തമ്മിൽ സംഘർഷം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി D-സോൺ കലോത്സവത്തെ തുടർന്നുണ്ടായ അക്രമത്തിൽ പ്രതികളായ SFI-ക്കാരെ കേരള പോലീസ് സംരക്ഷിക്കുന്നു. ജില്ലയിലെ ക്യാമ്പസുകളിൽ അക്രമം അഴിച്ചുവിട്ട് ഗുണ്ടകളെ പോലീസ് സംരക്ഷിക്കുന്നു. ക്രിമിനൽ വാഴ്ചയെ സർക്കാർ പോലീസ് കൂട്ടുകെട്ട് സംരക്ഷിക്കുന്നു തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ച് KSU സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DIG ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, MP വിൻസെന്റ്, TJ സനീഷ് കുമാർ MLA, അനിൽ അക്കര, ജോസ് വള്ളൂർ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ, KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അനീഷ് ആന്റണി, അദ്വൈത് സുധർമ്മൻ എന്നിവർ നേതൃത്വം നൽകി. ആ യൂണിവേഴ്സിറ്റിയുടെ ഭരണത്തെ അട്ടിമറിക്കാനും വിദ്യാർത്ഥികളുടെ കലോത്സവം നടത്താതിരിക്കാനും ബോധപൂർവമായി SFI ശ്രമിക്കുകയാണ്. കലാലയമേഖലയിൽ SFIയുടെ സ്വാധീനം കുറയുന്നു, ഇല്ലാതാകുന്നു. അതിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ അക്രമങ്ങളെല്ലാം. എത്രയോ വർഷങ്ങളായി ഇവിടെ SFI കലോത്സവം നടത്തുന്നു. അപ്പോഴൊന്നും ഒരിക്കലും KSUക്കാർ പോയി അക്രമം നടത്തിയിട്ടില്ല. ഇവിടെ D-സോൺ കലോത്സവം സമാധാനപരമായി നടത്തിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ ആ കലോത്സവത്തെ തകർക്കാൻ, അലങ്കോലപ്പെടുത്താൻ ബോധപൂർവമായ നീക്കമാണ് നടത്തിയത്. അവർ ഭരിക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി യൂണിയനിൽ ഞങ്ങളുടെ കുട്ടികൾ പോയി അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുന്നില്ലല്ലോ. അപ്പോൾ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ ഭ്രാന്തിളകിയ SFI-യും CPM നേതൃത്വവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയനെ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ വിഷയം. ഇത് ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യമാണ്. അതിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചപ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ഞാൻ അവരെ ജയിലിൽ പോയി കണ്ടതാണ്. എന്നാൽ അവരെ മർദ്ദിച്ചവർക്കെതിരായി എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? KSUക്കാരെ മർദ്ദിച്ചവരുടെ പേരിൽ പോലീസ് ഒരു നടപടി സ്വീകരിക്കുന്നത് ഏകപക്ഷീയമായ പെരുമാറ്റമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത്. കുറ്റം ചെയ്തവർ രണ്ടു കൂട്ടരെയും മുഖം നോക്കാതെ നടപടിയെടുക്കുക എന്നുള്ളതല്ലേ പോലീസിന് ചെയ്യേണ്ടതായിട്ടുള്ളത്? ദൗർഭാഗ്യവശാൽ പോലീസ് ഏകപക്ഷീയമായി പെരുമാറുന്നു. KSUക്കാർക്ക് നേരെ മാത്രം കേസെടുക്കുന്നു, റിമാൻഡ് ചെയ്യുന്നു. അവിടെ അക്രമങ്ങൾ നടത്തിയ SFI-ക്കാരെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് അവരെ താലോലിക്കുന്നു? ഇതിനെതിരായിട്ടാണ് KSUവിന്റെ ഈ മാർച്ച്. D-സോൺ കലോത്സവം നടക്കും, ഒരു സംശയവും വേണ്ട. SFI എത്ര വിചാരിച്ചാലും ഈ കലോത്സവം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്.
ജില്ലയിലെ ഭൂമിയില്ലാത്ത അങ്കണവാടികൾക്ക് ഭൂമി കണ്ടെത്താൻ കർമ്മ പദ്ധതി. തൃശൂർ ജില്ലയിൽ സ്വന്തമായി ഭൂമിയില്ലാത്ത അങ്കണവാടികൾക്ക് ഭൂമി കണ്ടെത്താൻ കർമ്മ പദ്ധതി തയ്യാറാക്കാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. 3016 അങ്കണവാടികളിൽ 326 എണ്ണത്തിന് സ്വന്തമായി ഭൂമിയില്ല. സ്വന്തമായി കെട്ടിടമില്ലാത്ത അങ്കണവാടികൾക്ക് കെട്ടിടം നിർമ്മിക്കാൻ ഭൂമി കണ്ടെത്താനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പട്ടികയുണ്ടാക്കാൻ സംയോജിത ശിശു വികസന പദ്ധതി ജില്ലാ ഓഫീസർക്ക് കളക്ടർ നിർദ്ദേശം നൽകി. ഈ കർമ്മ പദ്ധതി ഏകോപിപ്പിക്കാൻ ബ്ലോക്ക് ശിശു വികസന ഓഫീസർമാരെ ചുമതലപ്പെടുത്തി. പുരോഗതി വിലയിരുത്തൽ കൃത്യമായി ഇടവേളകളിൽ അവലോകന യോഗം സംഘടിപ്പിക്കാനും നിർദ്ദേശിച്ചു. കളക്ടറേറ്റ് വീഡിയോ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ LSGD ജോയിന്റ് ഡയറക്ടർ സാജു സെബാസ്റ്റ്യൻ, ICDS ജില്ലാ പ്രോഗ്രാം ഓഫീസർ AP സുബൈദ, ഡെപ്യൂട്ടി കളക്ടർ MC ജ്യോതി, താലൂക്ക് തഹസിൽദാർമാർ, ഡെപ്യൂട്ടി തഹസിൽദാർമാർ എന്നിവർ പങ്കെടുത്തു. തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ കുട്ടനെല്ലൂരിൽ ദേശീയപാതയോരത്ത് ശുചീകരണം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പരിധിയിലെ വിവിധ സന്നദ്ധ സംഘടനകൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവരെ പങ്കെടുപ്പിച്ചാണ് ശുചീകരണം നടത്തുന്നത്. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജീദ്, പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു സേതുമാധവൻ, ജോസഫ് പടമാടൻ, പഞ്ചായത്ത് സെക്രട്ടറി അരുൺ T ജോൺ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പോൾ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജിഷ എന്നിവർ പങ്കെടുത്തു. പലതവണ ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും മാലിന്യങ്ങൾ വീണ്ടും ഇവിടെ തള്ളുന്ന സാഹചര്യത്തിൽ ദേശീയപാതയോരത്ത് ഇരുമ്പുവേലി സ്ഥാപിക്കാനും ക്യാമറ സ്ഥാപിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് കക്കൂസ് മാലിന്യം തള്ളിയ 2 വണ്ടികൾ പഞ്ചായത്ത് പിടിച്ചെടുത്തതിനെ തുടർന്ന് 1 ലക്ഷം രൂപ പിഴ ഈടാക്കിയിരുന്നു. തുടർന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ അറിയിച്ചു. പഞ്ചായത്ത് ദിനാഘോഷത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മാലിന്യം നീക്കത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഹൈവേയിലാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഹൈവേ മാലിന്യം നല്ല രീതിയിൽ കക്കൂസ് മാലിന്യം കൊണ്ടുകൊടുക്കുന്ന പ്രദേശങ്ങളായിട്ട് മാറിയുന്ന ഈ മഴക്കാല ഭാഗം ഇപ്പോൾ നമ്മുടെ മാലിന്യ സംസ്കരണത്തിൻ്റെ നിയമമനുസരിച്ച് നമ്മൾ 2 വണ്ടി പിടിച്ചെടുക്കുകയും നല്ല രീതിയിൽ തന്നെ 1 ലക്ഷം രൂപയോളം പിഴ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഹരിതകർമ്മസേനയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുടനീളമുള്ള നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ നിരോധിത പ്ലാസ്റ്റിക്കുകൾ കടകളിൽ ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് HI ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സംഘം കടകൾ പരിശോധിക്കുകയും അവർക്ക് തക്കതായ നിർദ്ദേശം ആദ്യ തലത്തിൽ കൊടുക്കുകയും വീണ്ടും അത് ആവർത്തിച്ചതിന് ശേഷമുള്ള അവർക്ക് നല്ല രീതിയിൽ തുക ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. പുത്തൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മാലിന്യം മുക്ത നവകേരള പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂട്ടായ പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവാസി കൂട്ടായ്മയായ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം ദുബായ് ചാപ്റ്റർ നിർമ്മിച്ചു നൽകുന്ന 4ാമത് സ്നേഹവീടിന്റെ താക്കോൽദാന കർമ്മം ഫെബ്രുവരി 15 ശനിയാഴ്ച രാവിലെ 10:30 നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചിറ്റണ്ടയിലുള്ള അഷ്റഫിന് പ്രവാസി കൂട്ടായ്മയായ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം നിർമ്മിച്ചു നൽകുന്ന 4ാമത് സ്നേഹവീടിന്റെ താക്കോൽദാന കർമ്മം ഫെബ്രുവരി 15 ശനിയാഴ്ച കാലത്ത് 10:30 പ്രശസ്ത സിനിമാ സംവിധായകൻ റഷീദ് പാറയ്ക്കൽ ഉദ്ഘാടനം ചെയ്യും. സുഹൃത്ത് സംഘം പ്രസിഡന്റ് ഫിറോസ് ഖാൻ അധ്യക്ഷത വഹിക്കും. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ WSS ഫൗണ്ടർ മെമ്പർ ഹൈദർ കോയ, സീനിയർ മെമ്പർ KK അബൂബക്കർ, സെക്രട്ടറി ലിയോ തോമസ്, സ്നേഹവീട് കോർഡിനേറ്റർ അബൂബക്കർ എന്നിവർ പങ്കെടുത്തു. കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് കൌൺസിലിംഗ് സെൽ തൃശൂർ ജില്ലാ അവാർഡുകൾ വിതരണം ചെയ്തു. ഹയർ സെക്കൻഡറി വിഭാഗം CG ആൻഡ് AC ജില്ലാ പുരസ്കാരങ്ങൾ വിതരണവും മികച്ച പ്രവർത്തനങ്ങൾ നടത്തിയവരെ ആദരിക്കുന്ന ചടങ്ങിന്റെയും ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ റഹീം വീട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ CM അസീം മുഖ്യപ്രഭാഷണം നടത്തി. എറണാകുളം RDD PG ദയ മുഖ്യാതിഥിയായി. ജില്ലാ കോർഡിനേറ്റർ PD പ്രകാശ് ബാബു സ്വാഗതം ആശംസിച്ചു. ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ TM ലത, ഡോക്ടർ അബി പോൾ, സിസ്റ്റർ എൽസ, TS സരിത, M സുധ, G പ്രിയ, MU ബിനോജ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ SV സുബ്രഹ്മണ്യൻ, ഡോക്ടർ PK റഹീമുദ്ദീൻ, VJ ബാബു, KG പ്രിൻസ്, G റസൽ എന്നിവരെ ആദരിച്ചു. ജില്ലാ തലത്തിലെ മികച്ച സ്കൂളായി കൊരട്ടി MAM ഹയർ സെക്കൻഡറി സ്കൂളിനെ തിരഞ്ഞെടുത്തു. വേണുപാടം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്പെഷ്യൽ അപ്രീസിയേഷൻ ലഭിച്ചു. ജില്ലാ തലത്തിലെ മികച്ച സൗഹൃദ കോർഡിനേറ്ററായി ചെറുതുരുത്തി GSHലെ
എ പുഷ്പമണിയെയും മികച്ച കരിയർ ഗൈഡായി വില്ലടം GHSSലെ രമായസ് മേനോനെയും തിരഞ്ഞെടുത്തു. ചെറുതുരുത്തി GHSS സൗഹൃദ കോർഡിനേറ്റർമാരായ അഞ്ചേരി GHSSലെ ഇന്ദുമതി അന്തർജനം, മുപ്ലിയം GHSSലെ മിനി, കരിയർ ഗൈഡുമാരായ ചെറുതുരുത്തി GHSSലെ P സ്വപ്ന, ചായ്പൻകുഴി GHSSലെ ബിന്ദു എന്നിവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ ലഭിച്ചു. കേരള സർക്കാർ സ്ഥാപനമായ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കുന്നംകുളം സെന്ററിൽ മാർച്ച് ആദ്യവാരം ആരംഭിക്കുന്ന DCFA ടാലി, ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ എന്നീ കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു. യഥാക്രമം +2, കൊമേഴ്സ്, BCom, SSLC യോഗ്യതയുള്ളവർക്ക് ഫെബ്രുവരി 25-നകം അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 048852115558. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO ക്വാളിറ്റി സ്പെസിഫൈഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തൃക്കൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മതിക്കുന്ന് പാടശേഖരത്തിൽ ചെയ്ത നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. പൊന്നൂക്കര മതിക്കുന്ന് മഠത്തിച്ചിറ പാടശേഖര സമിതിയുടെ സഹകരണത്തിൽ 3 ഏക്കറോളം തരിശു ഭൂമിയിൽ നെൽകൃഷി നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു.
വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പോൾസൺ തെക്കുംപീടിക, മിനി ഡെന്നി പനൂക്കാരൻ, പഞ്ചായത്ത് അംഗങ്ങളായ ജിഷ ഡേവിസ്, മോഹനൻ തൊഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, കപിൽ രാജ്, കെ സലീഷ്, കൃഷി ഓഫീസർ ദീപ ജോണി, കൃഷി അസിസ്റ്റന്റ് ദിവ്യ, പാടശേഖര സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പിടികിട്ട പുള്ളി കടമ്പൻ അറസ്റ്റിലായി. 2011 ബാലവേല ചെയ്യിപ്പിച്ച കുറ്റത്തിനാണ് ഇയാൾക്കെതിരെ കേസ്. ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാളെ തമിഴ്നാട്ടിൽ അമ്പലത്തിൽ ശാന്തിപ്പണി ചെയ്തു വരുന്നതിനിടയിലാണ് പിടികൂടിയത്. തന്ത്രപൂർവ്വം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കൊടുങ്ങല്ലൂർ SHO അരുൺ BK, ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ തോമസ് PF, പോലീസ് ഉദ്യോഗസ്ഥരായ ഷമീർ, ബിനിൽ VB എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. മണ്ണുത്തി ഹൈവേയിൽ വഴിയോര കച്ചവട തൊഴിലാളികളുടെ 4 കടകൾ തകർത്തതിൽ പ്രതിഷേധിച്ച് പ്രകടനവും പൊതുയോഗവും നടത്തി. പ്രകടനത്തിന് സന്തോഷും ബഷീറും സുധാകരനും നേതൃത്വം നൽകി. പൊതുയോഗം T. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ശശികുമാർ അധ്യക്ഷത വഹിച്ചു. സന്തോഷ് സ്വാഗതം ആശംസിച്ചു. സുധാകരൻ നന്ദി രേഖപ്പെടുത്തി. മുക്കുപണ്ട പണയക്കേസിൽ പുതിയകാവ് സ്വദേശി പോലീസ് പിടിയിലായി. മതിലകം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പുന്നക്കുറു ബസാറിലുള്ള പാപ്പിനിവട്ടം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ പണ്ടം പണയം വെക്കാൻ വ്യാജ സ്വർണമായ വളകൾ കൊണ്ടുവന്ന് 88,000 രൂപ വാങ്ങി ബാങ്കിനെ തട്ടിപ്പിച്ച കേസിലാണ് പുഴങ്കരയില്ലത്ത് സിദ്ദീഖ് മതിലകം പോലീസിന്റെ അറസ്റ്റിലായത്. കഴിഞ്ഞ ഫെബ്രുവരി 12-നാണ് സിദ്ദീഖ് ഓരോ പവൻ തൂക്കമുള്ള 2 മുക്കുപണ്ട വളകൾ ബാങ്കിൽ പണയം വെച്ച് പണം വാങ്ങിയത്. സംശയം തോന്നി ഉദ്യോഗസ്ഥർ വളകൾ പരിശോധിച്ചപ്പോഴാണ് മുക്കുപണ്ടമാണെന്ന് അറിഞ്ഞത്. സിദ്ദീഖിനെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തു. സമാന രീതിയിൽ മറ്റു ബാങ്കുകളിൽ മുക്കുപണ്ടങ്ങൾ പണയത്തിലുണ്ടോ എന്ന കാര്യം അന്വേഷിച്ചു വരുന്നു. മതിലകം ഇൻസ്പെക്ടർ SHO MK ഷാജിയുടെ നേതൃത്വത്തിൽ SI രമ്യ കാർത്തികേയൻ, ASI വിനയൻ എന്നിവർ ചേർന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വാർത്തകളിലേക്ക് വീണ്ടും. അഡൽട്ട് ടിങ്കറിംഗ് ലാബ് എക്സ്പോ 2025 കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA പ്രസിഡന്റ് സിജോ ജോയ് ചിറക്കേക്കാരൻ ഉദ്ഘാടനം ചെയ്തു. കാൽഡിയൻ സിറിയൻ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ അബി പോൾ സ്വാഗതം ആശംസിച്ചു. മദർ PTA അശ്വതി നവീൻ, PTA എക്സിക്യൂട്ടീവ് അംഗം നവ്യ ആൽഫ്രഡ്, അധ്യാപകരായ ആശിഷ് ജോർജ്, മിനി റാഫേൽ എന്നിവർ ആശംസകൾ അറിയിച്ചു. അഡൽട്ട് ടിങ്കറിംഗ് ലാബ് കൺവീനറും ഹയർ സെക്കൻഡറി സീനിയർ മലയാളം അധ്യാപികയുമായ സുജ ML നന്ദി അറിയിച്ചു. റോബോട്ടിക് സംവിധാനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സുസ്ഥിര ഊർജ്ജ പരിഹാരങ്ങൾ എന്നിവ ഉൾപ്പെടെ വിപുലമായ നൂതന പദ്ധതികൾ എക്സ്പോയിൽ അവതരിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ നൂതനമായ ചൈതന്യവും സർഗാത്മകതയും പ്രദർശിപ്പിച്ച അഡൽട്ട് ടിങ്കറിംഗ് ലാബ് എക്സ്പോ 2025 ഉജ്ജ്വല വിജയമായിരുന്നു. മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം ഭാരതത്തിലെ പുണ്യനദികളിൽ നിമജ്ജനം ചെയ്ത ഫെബ്രുവരി 12-ന് സർവോദയ ദിനമായി ഗാന്ധി മാർഗ സംഘടനകൾ ആചരിച്ചു.
ദിനാചരണത്തിന്റെ ഭാഗമായി നെടുപുഴ കസ്തൂർബ കേന്ദ്രത്തിൽ പുഷ്പാർച്ചന, സർവ്വമത പ്രാർത്ഥന, സർവോദയത്തിന്റെ സാർവലൗകികത എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ചർച്ച എന്നിവ നടന്നു. ഗാന്ധിജിയുടെ പ്രഥമ തൃശൂർ സന്ദർശനത്തിന്റെ 100ാം വാർഷികത്തിൽ ജില്ലയിലെ 100 ലൈബ്രറികൾക്ക് സർവോദയ ഗ്രന്ഥങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി കസ്തൂർബ ഗാന്ധി സ്മാരക വനിതാ ലൈബ്രറിയിലേക്ക് സർവോദയ പുസ്തകങ്ങൾ സമ്മാനിച്ചു. സർവോദയ ദർശൻ ചെയർമാൻ എം പീതാംബരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സർവോദയ മണ്ഡലം നിവേദക് പി എസ് സുകുമാരൻ അധ്യക്ഷനായി. പി രാജേന്ദ്രൻ, വി ഐ ജോൺസൺ, പി സുധാകുമാരി, ഡേവിസ് കണ്ണമ്പുഴ എന്നിവർ പ്രസംഗിച്ചു. ഉപഭോക്തൃവിധിയിലെ നഷ്ടം നൽകാത്തതിനാൽ BSNL ജനറൽ മാനേജർക്ക് വാറണ്ട്. പൂപ്പത്തി സ്വദേശി എളംതോളി വീട്ടിൽ ET മാർട്ടിൻ ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂർ BSNL ജനറൽ മാനേജർക്കെതിരെ വാറണ്ട് അയക്കാൻ ഉത്തരവായത്. ഫോണിൽ ഇൻകമിംഗ് കോളുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് ഫയൽ ചെയ്ത ഹർജിയിൽ നഷ്ടപരിഹാരമായി 5000 രൂപയും ചിലവിലേക്ക് 1500 രൂപയും നൽകാൻ ഉപഭോക്തൃ കോടതിയിൽ നിന്ന് വിധിയുണ്ടായിരുന്നു. 1 മാസത്തിനുള്ളിൽ വിധി പാലിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു. എന്നാൽ വിധി പാലിച്ചില്ല. വിധി പാലിക്കാതിരുന്നതിന് ഉപഭോക്തൃ നിയമപ്രകാരം ശിക്ഷിക്കാൻ ആവശ്യപ്പെട്ട് മാർട്ടിൻ ഹർജി ഫയൽ ചെയ്തു. 3 വർഷം വരെ തടവിന് ശിക്ഷിക്കാൻ ഉപഭോക്തൃ കോടതിക്ക് അധികാരമുണ്ട്. ഹർജി പരിഗണിച്ച് പ്രസിഡന്റ് CT സാബു, മെമ്പർമാരായ ശ്രീജ S, R രാമോഹൻ എന്നിവരടങ്ങിയ ഉപഭോക്തൃ കോടതി BSNL ജനറൽ മാനേജറെ പോലീസ് മുഖേന അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നിയാണ് ഹാജരായി വാദം നടത്തിയത്. പാണഞ്ചേരി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പീച്ചി ഡാമിന്റെ കീഴിൽ വരുന്ന ബ്രാഞ്ച് കനാലുകളായ മുടിക്കോട്, പട്ടിക്കാട്, വഴുക്കുംപാറ എന്നീ ബ്രാഞ്ച് കനാലുകൾ ഉടനെ തുറക്കണമെന്ന് കർഷക കോൺഗ്രസ്. കടുത്ത വേനലും ചൂടും മൂലം പാണഞ്ചേരി പഞ്ചായത്തിലെ കൃഷിയിടങ്ങളും കുളങ്ങളും കിണറും വറ്റിവരണ്ട് ജനങ്ങൾ കുടിവെള്ളത്തിനും കർഷകർ കാർഷിക ആവശ്യങ്ങൾക്കും രൂക്ഷമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിലാണ് കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KM പൗലോസിന്റെ നേതൃത്വത്തിൽ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് അടിയന്തരമായി കനാലുകൾ തുറക്കണം എന്നാവശ്യപ്പെട്ട് പരാതി നൽകിയത്. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ്, INTUC മണ്ഡലം പ്രസിഡന്റ് ബാബു പാണംകുടിയിൽ, കർഷക കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ AC മത്തായി, MC ബാബു, തങ്കായി കുര്യൻ, കുര്യാക്കോസ് പീച്ചി, പ്രിൻസ് കണ്ണാറ എന്നിവരും പരാതി നൽകാനുള്ള സംഘത്തിൽ ഉണ്ടായിരുന്നു. രൂക്ഷമായ വരൾച്ച കടന്നു വന്നിട്ടും മുൻകാലങ്ങളിൽ സമയാസമയം കനാലുകൾ തുറക്കാറുള്ളതുപോലെ തുറന്നുവിടണമെങ്കിൽ മന്ത്രി രാജൻ കനിയേണ്ട അവസ്ഥയാണുള്ളതെന്നും ഉദ്യോഗസ്ഥർക്ക് നിവേദനം കൊടുത്താൽ മാത്രം പോരാ, മന്ത്രിയെ കണ്ട് കാല് പിടിക്കേണ്ട അവസ്ഥയാണ് കാർഷിക മേഖലയിലെ ജനങ്ങൾക്കുള്ളതെന്നും കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KM പൗലോസ് പറഞ്ഞു. കർഷക കോൺഗ്രസിൻ്റെ പാണഞ്ചേരി മണ്ഡലം പ്രസിഡന്റാണ്. ഇന്ന് കടുത്ത ചൂടും വേനലും കാരണം പാണഞ്ചേരി പഞ്ചായത്തിലുടനീളെ കർഷക നാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷിനാശം സംഭവിക്കുന്നത് വെള്ളമില്ലായ്മ കൊണ്ട് മനുഷ്യർക്ക് കുടിക്കാനും കുളിക്കാനും കന്നുകാലികളെ കുടിപ്പിക്കാനും യാതൊരു മാർഗവുമില്ലാത്ത അവസ്ഥയാണ്. ഇടതുകര വലതുകര കനാലുകൾ തുറന്നു തന്നാൽ, ബീച്ചിൽ നിന്നും വരുന്ന ഇടതുകര വലതുകര കനാലുകൾ തുറന്നു തന്നാൽ, അതിൻ്റെ ബ്രാഞ്ച് കനാലുകളും തുറന്നു തന്നാൽ പാണഞ്ചേരിയുടെ എല്ലാ ഭാഗങ്ങളിലും വെള്ളമെത്തുന്നതും ഈ കൃഷിനാശം ഉണ്ടാകാതിരിക്കാനും മറ്റ് കന്നുകാലികളെ കുളിപ്പിക്കാനും മനുഷ്യർക്കുള്ള കുടിവെള്ളം ഉണ്ടാകുവാനും സാധ്യതയുള്ളതുകൊണ്ട് എത്രയും വേഗം ഇറിഗേഷൻ ഓഫീസിൽ നിന്ന് ഇതിന് നടപടി കൈക്കൊണ്ട് ഞങ്ങൾക്ക് വെള്ളം തുറന്നു തരണമെന്നാണ് കർഷക കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ ആവശ്യപ്രകാരം AXCക്കും അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. KSU പ്രവർത്തകർ തൃശൂർ DIG ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം, നിരവധി വിദ്യാർത്ഥികൾക്കും പോലീസുകാർക്കും പരിക്ക്. ജില്ലയിലെ ഭൂമിയില്ലാത്ത അങ്കണവാടികൾക്ക് ഭൂമി കണ്ടെത്താൻ കർമ്മ പദ്ധതി തയ്യാറാക്കി. തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി പുത്തൂർ പഞ്ചായത്ത് കുട്ടനല്ലൂരിലെ ദേശീയപാതയോരം ശുചീകരിച്ചു. തൃക്കൂർ പഞ്ചായത്ത് മതിക്കുന്ന് പാടശേഖരത്തിൽ ചെയ്ത നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവം സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Pattikat Center, Thrissur.